നാട്ടുകാരിൽ ആശങ്കയുയർത്തി ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാതയിലാണ് 1/2 കിലോമീറ്ററിലധികം നീളത്തിൽ വിള്ളൽ വീണത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. നമ്മളിതാ RARS തോട്ടത്തിൻ്റെ പാലത്തിൻ്റെ മുകളിൽ പടുവളം NH ആണ് ഫുള്ള് ഇതാ വിള്ളലാണ്. വിള്ളലുണ്ടായിട്ട് ഇവർ ഹൈവേക്കാരൻ എന്താക്കുന്ന പറഞ്ഞാൽ അത് ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി ടാർ വെച്ചിട്ട് മൂടി വെക്ക് ചെയ്തിട്ടില്ല. കാരണം എത്ര മീറ്റർ ഉയരത്തിലാണ് നമ്മൾ പടുവളം ഹൈവേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും അത് ഈ മഴയത്ത് തള്ളിയതായിരിക്കാൻ സാധ്യതയുണ്ട് രണ്ട് സൈഡിലേക്ക്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ദേശീയപാതയിലെ വിള്ളലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് പടുവളം വരെ നീളുന്ന ദേശീയപാതയിലാണ് ആഴത്തിലുള്ള വിള്ളൽ വീണത്. ഇത് 6 വരിപ്പാതയുടെ ഇരുഭാഗങ്ങളിലുമായി 1 കിലോമീറ്ററോളം ദൂരം വരും. ഇത് ക്രാക്കാണ് കേട്ടോ, കാണുന്നുണ്ട്. അത് ടാറല്ല, അത് ക്രാക്ക് തന്നെയാണ്. കൈയിട്ടതാ അപ്പം അങ്ങോട്ടുണ്ട് ഇപ്പോണ്ട. ഇത് അങ്ങോളം ഇത് നമ്മളെ ക്രിക്കറ്റിൽ മഴ വന്നാൽ പിച്ച് മൂടുന്ന പോലെ മൂടിയില്ല. ഇപ്പോൾ റോഡിന്റെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തികൾ സ്ഥാപിച്ച സ്ഥലത്തും മണ്ണമർന്ന് ടാറിങ് തകർന്നിട്ടുണ്ട്. വിള്ളലിൽ താർ ഉരുക്കിയൊഴിച്ച് മൂടിവെക്കാനാണ് നിർമ്മാണ കരാർ കമ്പനി ശ്രമിക്കുന്നത്. ചിലയിടങ്ങളിൽ ടാറിങ് നടത്തിയ ഭാഗം മുറിച്ചുമാറ്റി വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുമുണ്ട്. ഇതിനു മുകളിലായി വീണ്ടും ടാറിങ് നടത്തുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പിലിക്കോട് തോട്ടംഗേറ്റ് അടിപ്പാത കടന്നു പോകുന്ന റോഡിൽ 5 മീറ്ററോളം ഉയരത്തിലാണ് ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡിൽ വിള്ളൽ കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.